ഹലോ, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂഷൻ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 45ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെക്ഷൻ സിയിൽ വരുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ 46th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്? സ്റ്റേറ്റ് ദെയർ മെറിറ്റ്സ്. ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ അതിൻ്റെ മെറിറ്റ്സ്, നേട്ടങ്ങളും കോട്ടങ്ങളും പറയുന്ന പോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ? ദേ ആർ റീറ്റെയിൽ സ്റ്റോർസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ദംസെൽസ്. എന്താണ്? ദേ ആർ റീറ്റെയിൽ സ്റ്റോർസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ദംസെൽസ്. ആരാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് ആണ്. കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ചേർന്നിട്ട് എന്താണ് മാനേജ് ചെയ്യും, അതുപോലെ അവരാണ് അതിൻ്റെ ഓണേഴ്സ്, കൺസ്യൂമേഴ്സ്. അങ്ങനെയുള്ള ഒരു റീറ്റെയിൽ സ്റ്റോറാണ് എന്ത്, നമ്മുടെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? They are retail stores owned and managed by a group of consumers themselves. കൺസ്യൂമേഴ്സ് തന്നെ അവർ തന്നെ മുഖേന എന്ത് ചെയ്യുന്നു, ഒരു റീറ്റെയിൽ സ്റ്റോർ തുടങ്ങുന്നു. അവർ മാനേജ് ചെയ്യുന്നത് ആരാണ്? അവരാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ മെറിറ്റ്സ് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സെക്കൻഡ് വൺ, ഗുഡ്സ് ആർ അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ്. ലോ പ്രൈസസിലാണ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്, അതോറിറ്റേറിയൻ അല്ല. എല്ലാവർക്കും ജനാധിപത്യപരമായ, അതായത് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. അവരവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറിൽ, റീറ്റെയിൽ സ്റ്റോറിൽ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ നടത്തുന്നത്. ദെൻ ഹോണസ്റ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ തൂക്കം, ഗ്രാം, അതുപോലെ കിലോഗ്രാം കാര്യങ്ങളൊക്കെ ഹോണസ്റ്റാണ്, സത്യസന്ധമായിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ്, എന്താ പറയുക, പ്രോപ്പറായിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ റീറ്റെയിൽ സ്റ്റോഴ്സ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ദംസെൽസ്. എന്തൊക്കെയാണ് പറയുന്നത്? അവർ പ്രോപ്പറായിട്ടുള്ള എന്താണ്, ഹോണസ്റ്റ് മെഷേഴ്സും വെയ്റ്റ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് മറ്റൊരു അവരുടെ മേന്മ എന്ന് പറയാനുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്, അവർ എന്താണ്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് പ്രൊവൈഡ്, നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്ട്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ്, അവർ ഗുഡ്സ് ആർ അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ്. പ്രൈസ് കുറച്ചിട്ട്, വില കുറച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവർക്ക് അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ആളുകൾ ഡിമാൻഡ് കൂടുതലായിരിക്കും. സാധനങ്ങൾ ആൾക്കാർക്ക് എന്തായിരിക്കും, കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ക്വാളിറ്റി ഉണ്ട്, പ്ലസ് ക്വാളിറ്റി കൂടുതലും അതുപോലെ പ്രൈസ് കുറവും. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിമാൻഡ് അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൺലി അബൌട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഓക്കെ, 47ാമത്തെ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ WTO ആൻഡ് GATT. എന്താണ് WTO? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. GATT എന്താണ്? GATT? ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. അതാണ് നമ്മുടെ GATT എന്ന് പറഞ്ഞാൽ. ഇത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, GATT ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഓക്കെ, അതാണ് വരുന്നത്. എന്താണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്? ഞാൻ ഇങ്ങനെ ഡിഫറൻസ് ആക്കി കാണിച്ച് അതിനാണ്, ഇത് ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. WTO വന്നിട്ടുള്ള ഇയർ എന്നാണ് 1995 ആണ്. വേറാസ് GATT എന്നാണ് 1948ലാണ്. WTO 1995ലും GATT 1948ലുമാണ്. ദെൻ WTO എന്താണ്? പെർമനൻ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അത് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ആര്? WTO വേൾഡ്, അതിൻ്റെ പേരിലുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്നാൽ നമ്മുടെ GATT എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പററി മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്. അതൊരു എഗ്രിമെൻ്റാണ്, അതിൻ്റെ പേരിലുണ്ട്. WTO എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. പക്ഷേ GATT എന്തല്ല, അതൊരു ടെമ്പററി എഗ്രിമെൻറ്റ് മാത്രമാണ്. ഓക്കെ, ദെൻ പെർമനൻ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആർക്ക്? WTOക്ക്. നമ്മുടെ WTOക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. പക്ഷേ എന്തില്ല, നമ്മുടെ GATTൽ ഒരു പെർമനൻ്റ് സെക്രട്ടേറിയറ്റ് ഇല്ല. മേ ബി അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല, ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ GATTന് എന്തില്ലാത്തത്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഇല്ലാത്തത്. പക്ഷേ WTOക്ക് ഒരു പെർമനൻ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്.
ദെൻ ഇറ്റ് കവേഴ്സ് ട്രേഡ്സ് ഇൻ ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിലും ട്രേഡിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എന്തിലുണ്ടായിരിക്കും? ഇവിടെയാണ് WTOയിലാണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ലൈക്ക് ഗുഡ്സിലും സർവീസസിലും വരുന്ന എല്ലാ ട്രേഡും എല്ലാ കച്ചവടവും ആര് നോക്കും? WTO കൺസിഡർ ചെയ്യുന്നതാണ് പറയണത്. പക്ഷേ GATT എന്താണ്? ലിമിറ്റഡ് ടു ട്രേഡ് ഇൻ ഗുഡ്സ്. സാധനങ്ങളുടെ കാര്യം മാത്രമേ GATTിൽ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ എന്തല്ല, WTOയിൽ സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സും സർവീസസും കൺസിഡർ ചെയ്യും. പിന്നെ വരുന്നത് അവിടെ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് വരുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോങ് ഓക്കെ ലൈക്ക് പറഞ്ഞുതരാം. അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോങ് സിസ്റ്റമാണ് എന്തിൽ വരുന്നത്? നമ്മുടെ WTOയിൽ വരുന്നത്. ഓക്കെ, സ്ട്രോങ് സിസ്റ്റമാണ് നമ്മുടെ WTOയിൽ വരുന്നത്. ലൈക്ക് ദെൻ WTOയിൽ സ്ട്രോങ് സിസ്റ്റം, ദെൻ നമ്മുടെ GATT എന്ന് പറയുന്നത് വീക്കർ സിസ്റ്റംസ് ആണ് വരുന്നത്. ഓക്കെ, WTO സ്ട്രോങ് സിസ്റ്റമാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഓക്കെ, സ്ട്രോങ് സിസ്റ്റമാണ് WTO. GATTിൽ വരുന്നത് വീക്കർ സിസ്റ്റമാണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഇതാണ് WTOയും GATTും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നമ്മൾ പഠിച്ചു വെക്കണം, അല്ലാതെ നമുക്ക് കഴിയില്ല. സോ WTO 1995-ലാണ്, GATT 1948-ലാണ്. ദെൻ WTO എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനൻറ്റ് ഓർഗനൈസേഷനാണ്, പെർമനൻറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. GATT എന്താണ്? ഒരു ടെമ്പററി മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് മാത്രമാണ്. ഇത് ഓർഗനൈസേഷനും ഇത് എഗ്രിമെൻറ്റുമാണ്. ഓക്കെ, പിന്നെന്താ? WTOക്ക് എന്താണ്? പെർമനൻറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതിന് ഒരു പെർമനൻറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. പക്ഷേ GATTിന് എന്തില്ല? നോ പെർമനൻറ്റ് സെക്രട്ടേറിയറ്റ്. അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഇല്ല. ആർക്ക്? GATTിന്. ദെൻ പിന്നെന്താ പറയണത്? WTOയിൽ നമ്മുടെ ഗുഡ്സിലും സർവീസസിലും വരുന്ന എല്ലാ ട്രേഡും കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ കവർ ചെയ്യും. WTO ഗുഡ്സും സർവീസസിലുള്ള എല്ലാ ട്രേഡും. പക്ഷേ GATTിൽ എന്താണ്? ട്രേഡ് ഇൻ ഗുഡ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ WTOയിൽ എന്താണ്? സ്ട്രോങ് സിസ്റ്റമാണ് വരുന്നത്. മൊത്തത്തിലൊരു സ്ട്രോങ് സിസ്റ്റമാണ് WTO. പക്ഷേ GATT എന്തല്ല? സ്ട്രോങ് അല്ല, അത് വീക്കർ സിസ്റ്റമാണ്. സെക്ഷനല്ല, സിസ്റ്റമാണ്. വീക്ക് സിസ്റ്റമാണ് നമ്മുടെ GATTിൽ വരുന്നത്. WTOയുടെ ഫുൾ ഫോം എന്തായിരുന്നു? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. GATTിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് ആണ്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഓക്കെ, അതാണ് നമ്മുടെ WTOയും GATTും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളത്. ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫ്രാഞ്ചൈസ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്? സ്റ്റേറ്റ് ഇറ്റ്സ് എനി 3 ഫീച്ചേഴ്സ്. എന്താണ് നമ്മുടെ ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്? ദെൻ അതിൻ്റെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്? The owner of a brand permits another party to use its trademark, brand name and model to sell goods or services in return for a fee. എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞാനൊരു ബ്രാൻഡിൻ്റെ ഓണറാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഓണറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? വലിയ എന്താ പറയുക ഓർഗനൈസേഷൻസൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാൻഡാണ് ചെയ്യുക. അവർ എന്ത് ചെയ്യാണ്? മറ്റൊരു പാർട്ടിക്ക് അവരുടെ ബ്രാൻഡ് നെയിമും ട്രേഡ് മാർക്കും മോഡലും ഒക്കെ ഗുഡ്സ് സെല്ല് ചെയ്യാനും ഗുഡ്സോ സർവീസസ് സെല്ല് ചെയ്യാൻ ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. വെറുതെ അല്ല, എനിക്ക് എന്ത് തരേണ്ടി വരും? അവരെന്ത് തരണം? ഒരു ഫീ തരേണ്ടി വരും, അല്ലെങ്കിൽ റോയൽറ്റി തരേണ്ടി വരും. അതായത് എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, മോഡലൊക്കെ ഞാൻ മറ്റൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാണ്? അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മീഡിയമായിട്ട് കൊടുക്കുകയാണ് ഞാനിത്. സോ അവർക്ക് കൊടുക്കുമ്പോൾ എന്താണ്? അവർക്ക് വെറുതെ കൊടുക്കല്ല, ആ പാർട്ടി എന്ത് ചെയ്യണം? ഞാനിത് ഉപയോഗിക്കാൻ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു ഫീ തരണം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഈ കൊടുക്കുന്ന ആളായിട്ടുള്ള ഞാൻ ഫ്രാഞ്ചൈസർ എന്നും തരുന്ന ആളാരായിരിക്കും? ഫ്രാഞ്ചൈസി എന്നും. അപ്പോൾ ഫ്രാഞ്ചൈസി എന്ത് ചെയ്യണം? ഫ്രാഞ്ചൈസർക്ക് ഫീ കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അതിൽ കുറച്ചും കൂടെ വ്യക്തമാവും. ഫ്രാഞ്ചൈസർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഫ്രാഞ്ചൈസർ ആരാണ്? ഈ ഓണറാണ്, കൊടുക്കുന്ന വ്യക്തിയാണ് ഫ്രാഞ്ചൈസർ. ഫ്രാഞ്ചൈസർ അത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ട്രെയിനിങ്ങും അയാൾക്ക് ചെയ്യേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. 2, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ്സ് അണ്ടർ ദ ട്രേഡ് നെയിം ഓഫ് ഫ്രാഞ്ചൈസർ. അതായത് ഫ്രാഞ്ചൈസർ എന്ന ഈ കൊടുത്തിട്ടുള്ള ഓണറുടെ ആ ഒരു ട്രേഡ് നെയിമിലാണ് ആര് വർക്ക് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക? ഫ്രാഞ്ചൈസി. ആ വാങ്ങിയിട്ടുള്ള ആൾ ഓപ്പറേറ്റ് ചെയ്യുക ഈ ഫ്രാഞ്ചൈസറുടെ ട്രേഡ് നെയിമിലാണ്. ദെൻ മൂന്നാമത്തത്, ഫ്രാഞ്ചൈസി പേയ്സ് ഫീസ് ടു ദ ഫ്രാഞ്ചൈസർ. ഈ ഫ്രാഞ്ചൈസി എന്ത് ചെയ്യണം?
ഫ്രാഞ്ചൈസർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളിത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ആരും കൊടുക്കില്ലല്ലോ. സോ ഫ്രാഞ്ചൈസി എന്ത് ചെയ്യണം, ഈ ട്രേഡ് മാർക്കും ഇത് എന്താ പറയുക ബ്രാൻഡ് നെയിമും ഒക്കെ യൂസ് ചെയ്യണതിന് ഒരു ഫീ ഇങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചില കേസിൽ റോയൽറ്റി ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രാഞ്ചൈസി. അതായത് ഒരു വ്യക്തിയുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിമും ട്രേഡ് മാർക്കൊക്കെ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുകയാണ്, അവർക്ക് അവരുടെ എന്താ പറയുക സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ അവരെന്ത് ചെയ്യണം, ഞാൻ ഇത് ഉപയോഗിക്കാൻ അവർക്ക് പെർമിഷൻ കൊടുത്തതിന് പകരം എനിക്ക് ഇങ്ങോട്ട് ഫീ തരണം. അപ്പോൾ ഈ കൊടുത്ത വ്യക്തി, അതായത് ഈ കറക്റ്റ് ഈ ബിസിനസ്സിൻ്റെ ഓണർ ഫ്രാഞ്ചൈസർ എന്നും ആ വാങ്ങിയ വ്യക്തി ആരാണ്, ഫ്രാഞ്ചൈസി എന്നും പറയും. ഓക്കെ, ഇതാണ് ഫ്രാഞ്ചൈസർ ആൻഡ് ഫ്രാഞ്ചൈസി, ആൻഡ് ദിസ് ഇസ് ദ ഫ്രാഞ്ചൈസിങ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ 47 ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 48 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ ട്രാൻസാക്ഷനിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അധികം പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാവരും ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്താണ്, ഫസ്റ്റ് രജിസ്ട്രേഷൻ, സെക്കൻഡ് പ്ലേസിംഗ് ഓർഡർ, then payment, order fulfillment or delivery, then post sale services. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ, അതാണ് രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ. ഓക്കെ, നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഫസ്റ്റ് വരുന്നത് രജിസ്ട്രേഷനാണ്. ചിലപ്പോൾ KYC ഒക്കെ ഉണ്ടായിരിക്കും, നോ യുവർ കസ്റ്റമർ. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എന്താണ്, പ്ലേസിങ് ഓർഡർ. നമ്മൾ എന്താണോ ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ഓർഡർ കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസും ക്വാളിറ്റിയും കാര്യങ്ങളും ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ പ്ലേസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്, പേയ്മെൻ്റ് ആണ്. നമ്മളത് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈവൻ നമ്മളൊരു പ്രീപെയ്ഡ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അപ്പം തന്നെ കൊടുക്കാം, നമുക്ക് സാധനം കിട്ടിക്കോളും. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക, പേയ്മെൻറ്റ് ഓപ്ഷൻ. നമ്മൾ ഡെലിവറി സമയത്ത് മാത്രമേ ക്യാഷ് കൊടുക്കുകയുള്ളൂ എന്ന്. ഓക്കെ, പിന്നെ വരുന്നത് ഓർഡർ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഡെലിവറി ആണ്. പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെലിവറി സാധനം കിട്ടും, അല്ലെങ്കിൽ ഓർഡർ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയും, ഡെലിവറി ആയിട്ട് സാധനം കിട്ടും. ലാസ്റ്റ് എന്താണ് സ്റ്റേജ് എന്ന് പറയുന്നത്, പോസ്റ്റ് സെയിൽ സർവീസസ് ആണ്. ഈ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ള സർവീസ്, ലൈക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഫീഡ്ബാക്ക് നമ്മളോട് റേറ്റ് ചെയ്യാൻ പറയുക, റിവ്യൂ, ആ കാര്യങ്ങളാണ് എന്ത്, പോസ്റ്റ് സെയിൽ സർവീസ് എന്ന് പറയുന്നത്. സോ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു, രജിസ്ട്രേഷൻ, പ്ലേസിംഗ് ഓർഡർ, പേയ്മെൻറ്റ്, ഓർഡർ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയാം. ലാസ്റ്റ് വൺ പോസ്റ്റ് സെയിൽ സർവീസസ്. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓൺലൈൻ ട്രാൻസാക്ഷനിലുള്ള സ്റ്റേജസ്. ഓക്കെ അല്ലേ. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ സെക്യൂറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, എക്സ്പ്ലെയിൻ. നമ്മൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാതും ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ വരെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ സെക്യൂർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ഭദ്രത എന്നൊക്കെ പറയുന്നത്, ലൈക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഓപ്ഷനാണ്, ഒന്ന് എൻക്രിപ്ഷനാണ്. എന്താണ് എൻക്രിപ്ഷൻ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിടാന്ന് പറയും ടെലിഗ്രാമിലും വാട്സപ്പിലൊക്കെ. അതാണ് എൻക്രിപ്ഷൻ എന്ന് പറയാം. ലൈക്ക് നമ്മുടെ ഇതിന് കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എൻക്രിപ്ഷൻ. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ഇപ്പം നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിജിറ്റലി സൈൻഡ് ആണ് കാണിക്കുക, സിഗ്നേച്ചർ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. സോ ഡിജിറ്റലി സൈൻഡ് എന്ന് കാണിക്കുമ്പോൾ സിഗ്നേച്ചറിൻ്റെ എന്തുണ്ടാവില്ല, മറ്റുള്ളവർ കൂടുതലും കള്ള ഒപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ തടയാൻ പറ്റും. ദാറ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ദെൻ പാസ്വേഡ് പ്രൊട്ടക്ഷൻ. പാസ്വേഡ് ചിലവർ ഭയങ്കര പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണെന്നാണ് പറയുന്നത്. ലൈക്ക് നമ്മൾ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ജി പേ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു പാസ്വേഡ് വേണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അതിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്കൊരു പിന്നുണ്ട്, അതും ഒരു പാസ്വേഡാണ് അല്ലേ. സോ എന്താണ് പാസ്വേഡ് എന്ന് പറയുന്നത് മറ്റൊരു പ്രൊട്ടക്ഷനാണ് ഫോർ വാട്ട് ഓൺലൈൻ ട്രാൻസാക്ഷനെ കുറച്ചും കൂടെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്ന ഫയർ വോൾസും ആൻറ്റി വൈറസും. നമുക്ക് ലാപ്ടോപ്പ് സിസ്റ്റംസിലൊക്കെ ആലോചിച്ചാൽ മതി, ഫയർ വോളും ആൻറ്റി വൈറസൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഉണ്ടായിരിക്കും. മൊബൈൽ ഫോൺസിൽ ആൻറ്റി വൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിടണം, എന്നിട്ട് അത് ഇടയ്ക്ക് നമ്മൾ ചെയ്യണം. ഇതൊക്കെ എന്തിനാണ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസും കാര്യങ്ങളും വന്നിട്ട്, അല്ലെങ്കിൽ ഹാക്കിംഗ്, ഹൈജാക്കിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു, എൻക്രിപ്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, പാസ്വേഡ് പ്രൊട്ടക്ഷൻ,
ഫയർ വാൾസ്, ദെൻ ആൻറ്റി വൈറസ്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചിലത് എനിക്ക് തോന്നുന്നു എൻക്രിപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ അറിയാത്തത്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. ഡിജിറ്റൽ സിഗ്നേച്ചർ, പാസ്വേഡ്, ഫയർ വാൾ, ആൻറ്റി വൈറസ്, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആകുമ്പോൾ എല്ലാവർക്കും ഈ ഓൺലൈൻ റിലേറ്റഡ് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് അധികം ഈ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? നമുക്കെന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 49th ക്വസ്റ്റ്യൻ ആണ്. Sunprint India Limited makes greeting cards for different festivals and occasions and is flourishing well. During the time of Diwali and New Year, the production and selling of cards reaches a new high. The company exists in an environment which is democratic and there are rules for every business firm. Once you step out of the company, there are customers, competitors, government, authority and almost everything one can think of. The company appears to have a promising future. However, the firm will have to understand the close relationship between various elements of the business environment around it. ഒരു വലിയൊരു പാരഗ്രാഫാണ്. എന്താണ് ക്വസ്റ്റ്യൻ? In the above case, which dimension of business environment is highlighted? Why is it significant for the business to understand its environment? എന്താണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്? സൺപ്രിൻ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, എല്ലാ ഒക്കേഷൻസിനും ലൈക്ക് ഫെസ്റ്റിവൽസ്, ദിവാലി ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഈ കമ്പനി എന്താണ് ഒരു എൻവയൺമെൻറ്റ് അവിടെ എന്താണ് ഡെമോക്രാറ്റിക് എൻവയൺമെൻറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ കമ്പനിക്ക് പുറത്തിറങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റും കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെ കുറേ ആൾക്കാർ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ ഒരു ബിസിനസ്സിനെ. ദ കമ്പനി അപ്പിയേഴ്സ് ടു ഹാവ് എ പ്രോമിസിങ് ഫ്യൂച്ചർ. നല്ല എന്താ പറയുക, പ്രോപ്പറായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗവർ ദ ഫേം വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദ ബിസിനസ് എൻവയൺമെൻറ്റ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, എന്ത് ചെയ്യണം? അതിന് ബിസിനസ്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അപ്പോൾ ഇവിടെ പറയുന്ന ബിസിനസ് എൻവയൺമെൻറ്റിൻ്റെ ഡയമെൻഷൻ ഏതാണ്? നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കണം. എന്താണ്? ദ കമ്പനി എക്സിസ്റ്റ് ഇൻ എ എൻവയൺമെൻറ്റ് വിച്ച് ഇസ് ഡെമോക്രാറ്റിക് ആൻഡ് ദർ ആർ റൂൾസ് ഫോർ എവറി ബിസിനസ് ഫേം. അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ എന്താണ്? പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ്, ഒരു ഡെമോക്രാറ്റിക് എൻവയൺമെൻറ്റിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഡെമോക്രാറ്റിക്, അവിടെ റൂൾസ് ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. സോ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ്. ഇവിടെ പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റിനെ കുറിച്ചാണ് അല്ലേ? ദെൻ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് ബിസിനസ്സിന് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? നമുക്ക് എന്താണ് ഈ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ലോസ്, പോളിസീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫേം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള നിയമങ്ങളും നയങ്ങളും ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ആണോ നമ്മൾ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്ന നാട്ടിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും വലിയ ആൻസർ ആണ്. പക്ഷേ അല്ല, ഇതാണ് വലിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ നല്ലോണം റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അതാണ് നമ്മുടെ 49th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി 50th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സ്പ്ലനേഷൻ കൂടുതൽ വേണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ഡെമോക്രാറ്റിക് ആണെന്നുള്ള ആ ഒരു ഇത് കിട്ടിയിട്ട് പൊളിറ്റിക്കൽ എൻവയൺമെൻ്റ് ആണെന്ന് കിട്ടിയാൽ പിന്നെ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണേന്നാണ് ബിസിനസ്സിൻ്റെ ഒരു കേസിൽ. അത് നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്? 50ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിലെ സ്റ്റെപ്സ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് പിന്നെയും പറയാണ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രീമിസസ്, പിന്നെന്താണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ടിങ് ദ ബെസ്റ്റ്, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ഫോളോ അപ്പ്. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ദെൻ പ്രീമിസസ്, ഫ്യൂച്ചർ അസംഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന ഓൾട്ടർനേറ്റീവ്സ്, ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നു, ദെൻ അതിനെന്താണ് ആ ഓപ്ഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്, ദെൻ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആ ഇവാലുവേറ്റ് ചെയ്തതിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താണ് ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താണ് ഫോളോ അപ്പ്. അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സിമ്പിളാണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്.
ഓർഗനൈസിങ്ങിൽ വരുന്ന പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓർഗനൈസിങ് നമുക്കറിയാം, നമ്മൾ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ഓർഗനൈസിങ് എന്നുള്ള ഫംഗ്ഷനിൽ വരുന്നത്. പ്ലാനിങ് കഴിഞ്ഞുള്ള ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്, ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് ആണ്. ഒന്നെന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിനാണ്, ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിനെ അതിനനുസരിച്ച് ഓരോന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ദെൻ ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന പോലെ മാച്ച് ചെയ്യാണ്, ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ലൈക്ക് അതിൻ്റെ പൊസിഷൻ, സുപ്പീരിയേഴ്സ് ഓർ എന്താ പറയുക നമ്മുടെ വർക്കേഴ്സ്, അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നു ആക്ടിവിറ്റീസ്. ആഫ്റ്റർ ദാറ്റ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അങ്ങനെ ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും അവരുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇന്ന ഡ്യൂട്ടികളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി ഡെലിഗേഷൻ നമുക്കറിയാം, ലോവർ ലെവൽസിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് അവരുടെ ടോപ്പ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ അവരുടെ ചില പാർട്ട് ഓഫ് വർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും, അങ്ങനെ വേണമെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത റിലേഷൻഷിപ്പ് റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുക മീൻസ് മൊത്തത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വരുത്തുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ഗ്രൂപ്പ് ചെയ്യുന്നു, ദെൻ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ദെൻ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇതും സിമ്പിളായിട്ട് വരുന്നതാണ്. ഓർഗനൈസിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, വരില്ല എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സോ നമ്മൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. 51 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 51ാമത്തെ ചോദ്യം. ഡിസ്കസ് ദ എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ. ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിന് സൗണ്ട് ഉണ്ടെന്നല്ല, ഫിനാൻഷ്യൽ പ്ലാൻ നല്ല ഫിനാൻഷ്യൽ പ്ലാൻ. ഓക്കെ, ലൈക്ക് ബെറ്റർ നല്ല ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ എന്താണ് എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫിനാൻഷ്യൽ പ്ലാൻ എന്താണ്? ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യണം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന് പറയാം. സോ എന്തൊക്കെയാണ്? സിംപ്ലിസിറ്റി, ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി, ഒപ്റ്റിമൽ യൂസ് ഓഫ് ഫണ്ട്, പ്രോഫിറ്റബിലിറ്റി, സേഫ്റ്റി. ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളാണ്, ഫിനാൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. സോ അതിലെന്ത് വേണം? സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളും സോഴ്സ് ഓഫ് ഫണ്ടും ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. സിംപ്ലിസിറ്റി നമ്മൾ എപ്പോഴും നോക്കണം. ദെൻ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ആ ഒരു ലൈക്ക് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ലിക്വിഡിറ്റി, ലിക്വിഡ് ആയിരിക്കണം, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ, നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആയിരിക്കണം. ദെൻ ഒപ്റ്റിമൽ യൂസ് ഓഫ് ഫണ്ട്, നമുക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തണം. ദെൻ എന്താണ്? പ്രോഫിറ്റബിലിറ്റി, ലോങ് ടേമിൽ നമുക്ക് എന്ത് കിട്ടണം? റിട്ടേൺ കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആയിരിക്കണം നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. ദെൻ സേഫ്റ്റി, അതുകൊണ്ട് റിസ്ക് കുറവുള്ള അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിൽ അഡാപ്റ്റ് ചെയ്യാൻ നോക്കണം. ഇതാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിന് വേണ്ട എസെൻഷ്യൽസ് ആണ് സിംപ്ലിസിറ്റി, ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി, ഒപ്റ്റിമൽ യൂസ് ഓഫ് ഫണ്ട്, സേഫ്റ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ ആണല്ലോ? ഇതിൽ കൂടുതൽ ഡിസ്കഷൻസും എക്സ്പ്ലനേഷനും ഒന്നും വേണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ 69/MAY/4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ലൈക്ക് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സൊന്നും അങ്ങനെ ചോദിക്കാത്തതാണ്, പക്ഷേ ഇതിൽ കണ്ടിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന്, ബിസിനസ് എൻവയൺമെൻറ്റിൽ നിന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.